അരുൺ പൂപ്പറമ്പയുണ്ട് വിശദാംശങ്ങളുമായി. അരുൺ, ജമാഅത്തെ ഇസ്ലാമിക്ക് പരോക്ഷ വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. അതേസമയം സമസ്ത വിട്ടവരെ തിരികെ സ്വാഗതം ചെയ്യുകയാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ. ഇന്നത്തെ സമസ്ത ശതാബ്ദി ആഘോഷ വേദിയിലെ പ്രസക്ത ഭാഗങ്ങൾ എന്തൊക്കെയാണ് അരുൺ? കീർത്തന 5 ദിവസം നീണ്ടുനിന്ന സമസ്തയുടെ 100ാം വാർഷിക സമ്മേളനത്തിനാണ് കാസർഗോഡ് കുണിയയിൽ സമാപനമായത്. മുഖ്യമന്ത്രി പിണറായി വിജയനും അതോടൊപ്പം പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശനും ഈ സമാപന പൊതുസമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു. ഇരുവരും ഒരുമിച്ച് പൊതുസമ്മേളനത്തിൽ പങ്കെടുക്കുന്നത് കൊണ്ട് തന്നെ അതിന് രാഷ്ട്രീയ പ്രാധാന്യവും ഉണ്ടായിരുന്നു. ജമാഅത്തെ ഇസ്ലാമിയെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തുടരുന്നതിനിടെയാണ് ഇരുവരും സമസ്ത വേദിയിൽ എത്തിയത്. മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ പരോക്ഷമായിട്ടുള്ള വിമർശനമാണ് നടത്തിയത്. മതരാഷ്ട്രവാദം ഉന്നയിക്കുന്നവരെ ഒരുമിച്ച് ചെറുക്കണം എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം ഉണ്ടായത്. സമസ്ത കഴിഞ്ഞ ദിവസം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ, അതായത് പ്രതിപക്ഷ നേതാവ് ജമാഅത്ത് ഇസ്ലാമിയുടെ പിന്തുണ പറഞ്ഞതിന് പിന്നാലെ സമസ്ത സമ്മേളനത്തിൽ ജമാഅത്ത് ഇസ്ലാമിയെ രൂക്ഷമായി വിമർശിച്ച് പ്രമേയം ഉൾപ്പെടെ അവതരിപ്പിക്കുകയും അത് പാസാക്കുകയും ചെയ്തിരുന്നു. അതുകൊണ്ട് തന്നെ സമസ്ത വേദിയിലേക്ക് മുഖ്യമന്ത്രി എത്തുമ്പോൾ രൂക്ഷമായ വിമർശനം ജമാഅത്ത് ഇസ്ലാമിക്കെതിരെ ഉണ്ടാകും, അത് പ്രതിപക്ഷ നേതാവ് വേദിയിലിരിക്കെ തന്നെ ഉണ്ടാകും എന്നതായിരുന്നു പ്രതീക്ഷിച്ചിരുന്നത്. എന്നാൽ പരോക്ഷമായിട്ടുള്ള വിമർശനമാണ് മുഖ്യമന്ത്രിയുടെ ഭാഗത്തുണ്ടായത്. പ്രതിപക്ഷ നേതാവ് അതിനുശേഷം മുഖ്യമന്ത്രി പ്രസംഗിച്ചു പോയതിന് പിന്നാലെ തന്നെ പ്രസംഗിക്കാതെ പ്രതിപക്ഷ നേതാവ് വേദി വിടുന്ന സാഹചര്യമാണ് ഉണ്ടായത്. മറ്റു ചില പരിപാടികളുടെ തിരക്കുണ്ട് എന്നതാണ് വേദിയിൽ അറിയിക്കുകയും ചെയ്തത്. എന്തായാലും അത്തരം ഈ UDF ഇത്തരം ജമാഅത്ത് ഇസ്ലാമി പിന്തുണ സ്വീകരിക്കും എന്ന് പ്രഖ്യാപിച്ചതുമായി ബന്ധപ്പെട്ട വിവാദങ്ങളും ചർച്ചകളും തുടരുക തന്നെ ചെയ്യും. അതിനിടെ ഈ സമസ്ത സമ്മേളനത്തിൽ ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ പ്രസംഗം വളരെ ശ്രദ്ധേയമായിരുന്നു. പ്രധാനമായും സമസ്തയിൽ നിന്ന് പിരിഞ്ഞു പോയവർ അവർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണം എന്നതാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ പ്രതികരിച്ചത്. അതായത് കാന്തപുരം വിഭാഗത്തിന്റെ പേരെടുത്ത് പറഞ്ഞില്ലെങ്കിൽ പോലും സ്വാഭാവികമായും കാന്തപുരം വിഭാഗമാണ് പിരിഞ്ഞു പോയത്. അവർ മാതൃസംഘടനയിലേക്ക് തിരിച്ചു വരണം എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ ആ പ്രതികരണത്തിലൂടെ ഉദ്ദേശിക്കുകയും ചെയ്തത്. അതിൽ ഗർ വാപ്പസി എന്നൊരു പ്രയോഗവും അദ്ദേഹം ഉന്നയിക്കുകയുണ്ടായി. അത്തരത്തിലുള്ള ശ്രദ്ധേയമായിട്ടുള്ള പ്രതികരണങ്ങൾ കൂടി, പ്രത്യേകിച്ച് ഈ സമസ്ത ലയനത്തിന്റെ സാധ്യതകൾ മുന്നോട്ട് വെക്കുന്ന പ്രതികരണം കൂടി ജിഫ്രി മുത്തുക്കോയ തങ്ങളുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവുകയും ചെയ്തു. ശരി, അരുൺ പൂപ്പറമ്പയാണ് വിശദാംശങ്ങൾ നൽകിയത്.